ഹലോ, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ ചുരിദാർ ആക്കിയത്. എന്തായാലും കിടിലൻ തന്നെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചുരിദാർ കിട്ടിയ സന്തോഷത്തിൽ 4-5 കറക്കം കറങ്ങി. ഒരു കറക്കമേ ഇതിനകത്ത് ഞാൻ ചേർത്തുള്ളൂ. അമ്മ കടയിൽ പോയിരിക്കാണ്. വൈകുന്നേരത്തെ ജോലിയില്ല ഞാൻ തീർത്ത്. അമ്മ ഇങ്ങനെ വന്നിട്ട് പറയണം, മോളെ നീ ജോലിയെല്ലാം തീർത്തോ എന്നിങ്ങനെ കാത്തിരിക്കുമായിരുന്നു കേൾക്കാനായിട്ട്. എന്ത് ചെയ്യാനാണ്, എന്റെ പ്ലാനിങ് എല്ലാം തെറ്റി ചമ്മി ഇരിക്കുവാണ്. ഇത് കണ്ടില്ലേ, ജോലി ചെയ്യുന്നതിനിടയിൽ ഫിഷ് ബൗൾ പൊട്ടിപ്പോയി. അമ്മ വരുന്നുണ്ട്, ഇനി ചീത്തയേക്കാം. ഇതൊന്നും കേട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇവിടെ വന്നാൽ ഇതൊക്കെ പതിവാണ്. ചിലപ്പോൾ ഇതിന്റെ അപ്പുറവും ഞാനും അമ്മ വഴക്കിടാറുണ്ട്. ഞാൻ 2 ദിവസത്തേക്കാണ് നിൽക്കാൻ വന്നത്. അത് കഴിഞ്ഞ് ചേട്ടൻ എന്നെ വിളിക്കാൻ വന്നു. ചേട്ടനോട് മസ്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറക്കാതെ ഫിഷ് ബൗളുമായിട്ട് വരണേ. എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടി അവിടെയെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേ നെഞ്ചങ്ങ് കത്തി. ഇതുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാര്യത്തില് തീരുമാനമായനെ. പാവ എന്റെ ചേട്ടൻ എവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നാ. ചേട്ടൻ വീട്ടിലോട്ട് വന്നപ്പോഴും ഞാൻ ആദ്യം കയ്യിൽ നോക്കിയത് ഈ ഒരു ഫിഷ് ബൗളാണ്. ഭാഗ്യമില്ല അത് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അത് സമാധാനമായത്. പുതിയ ബൗളിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് മണി പ്ലാന്റ് വെച്ചു. ഇനി മീനിനെ ഇപ്പുറത്ത് പിടിച്ചിടണം. കൊച്ചിലെ വയലിൽ മീൻ പിടിച്ചതാണ്, ഇപ്പതേ ബൗളിൽ പിടിക്കുന്നു. ഇനി എനിക്ക് ഇതിൽ തൊടാനേ പേടിയാണ്. അതുകൊണ്ട് ചേട്ടനെ ഏൽപ്പിച്ചേക്കുവാണ്. അല്ലെങ്കിലും അമ്മ ചേട്ടനടുത്തേ പറയുള്ളൂ, നീ എടുക്കണ്ട ഉണ്ണി കൊണ്ട് വെക്കും എന്നിങ്ങനെ പറയും. ഇപ്പൊ എന്ത് സമാധാനം. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ചെടികളിലാണ് അമ്മ ഒരുപാട് സന്തോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാൻ നിൽക്കുവാണ്. മോളാണെങ്കിൽ പറയുകയാണ്, നിങ്ങൾ പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന്. അങ്ങനെ ഞാൻ ബീച്ചിൽ പോവും അവിടെ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചാടി വന്നു. അപ്പോൾ ഓക്കെ ബൈ.